വൺ ഇനി വന്നിട്ടുള്ളത് നമ്മളുടെ 8ാം ക്ലാസ് കെമിസ്ട്രിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന പാഠഭാഗത്തിന്റെ വിലയിരുത്താമായിട്ടാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പദാർത്ഥങ്ങളിലെ കണികാ ക്രമീകരണത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഖരം ദ്രാവകമാവുന്നുണ്ട്, ദ്രാവകം വാതകമാവുന്നുണ്ട്, വാതകം ദ്രാവകവും ആവുന്നുണ്ട്. അങ്ങനെയാണ് ഖരം അല്ലെ. ഖരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഖരത്തിലെ കണികകളൊക്കെ എങ്ങനെയാ? നല്ല അടുത്തടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. ഖരത്തിലെ കണികകളൊക്കെ നല്ല അടുത്തടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നേരെ മറിച്ച് ദ്രാവകത്തിലേക്ക് വരുമ്പോഴോ, യെസ്, അതും അടുത്തടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെങ്കിൽ എന്താണ്? ചെറിയൊരു ഗ്യാപ്പ് അല്ലെ, കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ ദ്രാവകത്തില്. ഇനി നേരെ മറിച്ച് വാതകത്തിലേക്ക് വരികയാണെങ്കിൽ കണികകളൊക്കെ എന്താ? നല്ല വിട്ടുവിട്ടിട്ടായിരിക്കും നിൽക്കുക അല്ലെ. നല്ല വിട്ടുവിട്ടിട്ട് ഇതാ ഇതുപോലെ ആയിരിക്കും നിൽക്കലുണ്ടാവുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഖരത്തിൽ നിന്ന് ദ്രാവകമാവുന്നു അല്ലെ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ കണികകൾക്ക് എന്താ വ്യത്യാസം ഇവിടെ ഉള്ളത്? യെസ്, നമുക്കറിയാം ഖരത്തില് കണികകളൊക്കെ നല്ല ടൈറ്റ് ആയിട്ടാ ഉള്ളത് അല്ലെ, നല്ല അടുത്തടുത്തായിട്ടാ ഉള്ളത് അല്ലെ. അവിടുന്ന് ദ്രാവകത്തിലേക്ക് വരുമ്പോ എന്താ? കണികകളൊക്കെ കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട് അല്ലെ. ഇനി അവിടുന്ന് ദ്രാവകത്തിന്ന് വാതകമാവുന്നു അല്ലെ. ഇവിടുന്ന് അത് ദ്രാവകത്തിന്ന് അത് വാതകമായി കഴിഞ്ഞാലോ കണികകൾ കുറച്ചും കൂടി നല്ല വിട്ട് അല്ലെ, നല്ല ദൂരോട്ടായിട്ട് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് വൺ എന്താ? വാതകത്തിന്ന് ദ്രാവകാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാകുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിട്ടിട്ടുള്ള ആള് കുറച്ചും കൂടി അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലെ. വിട്ടിട്ടുള്ള ആള് കുറച്ചും കൂടി അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തതും ഊർജത്തിനെ പറ്റി നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? നോക്ക് ഇവിടെ അല്ലെ. ഇവിടെ എങ്ങനെയാണുള്ളത്? നല്ല ടൈറ്റ് ആയിട്ട് ആ പാക്ക് ചെയ്ത് വെച്ച് അല്ലെ. അപ്പൊ ഒരു കണികക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നങ്ങാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പോവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താ? പൊതുവെ ഊർജം കുറവായിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട് അല്ലെ. അങ്ങനെയാണ് ഇവിടെ എത്തുമ്പോഴേക്ക് കുറച്ചും കൂടി ഊർജം കിട്ടി അല്ലെ കണികകൾക്ക്. ലാസ്റ്റ് വൺ വാതകത്തിലേക്ക് എത്തുമ്പോഴോ നല്ല ലാവിഷ് ആയിട്ട് പറന്ന് നടക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കണികകൾക്ക് എന്തായിരിക്കും? ഊർജം കൂടുതലായിരിക്കും അല്ലെ. ഊർജം കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് പറയാം, ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ദ്രാവകാവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടുത്തെ ഊർജം എന്താ ചെയ്യുന്നത്? പിടിച്ചു വെച്ചിട്ടുള്ള ഊർജത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ലൂസ് ആവുന്നുണ്ട് അല്ലെ. ലൂസ് ആവുമ്പോൾ ഇവർക്ക് ഊർജം കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. പിന്നെ അത് ഇവിടത്തേക്ക് വരുമ്പോഴോ പിന്നെയും ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് നല്ല ഫ്രീ ആയിട്ട് നടന്ന ആൾക്കാരെ പിടിച്ച് ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഊർജം എന്ത് ചെയ്തു പോകും? കുറഞ്ഞു പോകും അല്ലെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഖരം ദ്രാവകാവുന്ന, ദ്രാവകം വാതകമാവുന്ന, വാതകം ദ്രാവകമാവുന്ന കേട്ടോ. ഇത് ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു സ്ക്രീനിൽ ABCD എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് വൺ ഖരം ദ്രാവകാവുന്ന അല്ലെ. ഖരം ദ്രാവകാവുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കണികകൾ അല്ലെ. അവ എന്ത് സംഭവിക്കുന്നു? അവ വളരെ അടുത്ത് ക്രമീകരിച്ചിരിക്കുന്നു അല്ലെ. ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ എന്താണ്? അവ വളരെ അടുത്ത് ക്രമീകരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്ലെ. നല്ല അടുത്തടുത്തതിന് ഉള്ളത് അല്ലെ. ആ അവസ്ഥയിൽ നിന്ന് എങ്ങോട്ടേക്കാ മാറിയിട്ടുള്ളത്? അയഞ്ഞ ഒരു ക്രമീകരണത്തിലേക്ക് മാറുന്നുണ്ട് അല്ലെ. ലൂസായി മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അയഞ്ഞ ക്രമീകരണത്തിലേക്ക് മാറി അല്ലെ. ക്രമീകരണത്തിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ അല്ലെ നല്ല ടൈറ്റ് ആയിട്ടുള്ളവർക്ക് ഊർജം കുറവായിരിക്കും അല്ലെ. അപ്പോ ടൈറ്റ് എന്ന് ലൂസ് ആയി കഴിഞ്ഞാൽ അവരുടെ ഊർജം എന്ത് ചെയ്യും? വർദ്ധിക്കും അല്ലെ. അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം? ഊർജം അല്ലെ. ഊർജം എന്ത് ചെയ്യുന്നുണ്ട്? ഊർജം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. ഊർജം വർദ്ധിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ എന്തേനു? ദ്രാവകം വാതകമാവുന്ന അല്ലെ. ദ്രാവകം വാതകമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കണികകൾ തമ്മിലുള്ള അകലം പിന്നെയും എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്താ? കണികകൾ
തമ്മിലെ, കണികകൾ തമ്മിലെ അകലം, കണികകൾ തമ്മിലെ അകലം, കണികകൾ തമ്മിലെ അകലം വളരെ കൂടുന്നു, അല്ലെ? വളരെ കൂടുതലാവുന്നു, വളരെ കൂടുതലാവുന്നു, കൂടുതലാവുന്നു, കൂടുതലാവുന്നു. അപ്പൊ ഇവർക്കുള്ള ഊർജം എന്താ ചെയ്യുന്നത്? ഊർജം കൂടുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഭയങ്കര ലൂസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഊർജം, അല്ലെ? ഊർജം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഊർജം വർദ്ധിക്കുന്നു. ഞാൻ ഈ പെൻ ടാബ്ലറ്റ് വെച്ച് എഴുതുന്ന കൊണ്ടാണ് വൃത്തിയില്ലാത്ത കേട്ടോ. നിങ്ങൾക്ക് വായിക്കാനാവൂന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പറയുമ്പോ തന്നെ എഴുതിയെടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എന്തേനു? ലാസ്റ്റ് വണ്ണ് വാതകം ദ്രാവകമായി മാറുന്നു, അല്ലെ? വാതകം ദ്രാവകമായി മാറുന്നു, അല്ലെ? ലൂസിലുള്ള ആളെ പോയിട്ട് ടൈറ്റ് ആക്കി വെക്കുന്നു. അപ്പൊ എന്താണ്? കണികകൾ പരസ്പരം കൂടുതൽ അടുത്തേക്ക് നീങ്ങി വരികയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എന്താണ്? കണികകൾ കൂടുതൽ, കണികകൾ കൂടുതൽ അടുത്തേക്ക്, അല്ലെ? കൂടുതൽ അടുത്തേക്ക് നീങ്ങുന്നു, അല്ലെ? അടുത്തേക്ക് നീങ്ങുന്നു. അപ്പൊ കൂടുതൽ അടുത്തേക്ക്, ലൂസ് ടൈറ്റ് ആക്കി വെക്കുമ്പോൾ അതിന്റെ ഊർജം എന്തായിരിക്കും? യെസ്, ഊർജം കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഊർജം കുറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആ 3 ക്വസ്റ്റ്യന്റെയും ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പുറത്തുവിടുന്ന, അല്ലെ, അല്ലെങ്കിൽ എന്താ, ആഗിരണം ചെയ്യുന്ന പ്രധാന ഊർജ രൂപം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആഗിരണം ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് പുറത്തുവിടുന്നതോ ആയിട്ടുള്ള പ്രധാന ഊർജ രൂപം ഏത്? അങ്ങനെയാണെങ്കിൽ എന്താ, ഇവ ഏത് തരം രാസപ്രവർത്തനമാണെന്നും കൂടി എഴുതേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ ABCDE ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതില്, അല്ലെ, ആ കാര്യത്തിൽ രാസപ്രവർത്തനത്തില് ഊർജം പുറത്തുവിടുന്നതോ ആഗിരണം ചെയ്യുന്നതോ ഏത് ഊർജ രൂപത്തിലാണ് എന്നുള്ളതും പിന്നെ എന്താണ് ആ രാസപ്രവർത്തനമാണ് എഴുതേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിക്കുന്നു, അല്ലെ? അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും ആ പ്രവർത്തിക്കുന്നത് പഠിച്ചിട്ടുണ്ടാവല്ലോ, അല്ലെ? അമോണിയം ക്ലോറൈഡും ബേരിയം എന്നൊരു ക്വസ്റ്റ്യൻ, ഒറ്റൊരു മിനിറ്റ്, ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും, അല്ലെ? ഇവര് രണ്ടാളും പ്രവർത്തിക്കുമ്പോ എന്തായിരുന്നു? യെസ്, നമ്മൾ പഠിച്ചതാണ്, അല്ലെ? ഇവര് രണ്ടാളും പ്രവർത്തിക്കുമ്പോൾ താപം ആഗിരണമാണ് ചെയ്യുന്നത്, അല്ലെ? താപം ആഗിരണം താപം ആഗിരണം ചെയ്യപ്പെടുന്നു, അല്ലെ? ഇങ്ങനെ താപം ആഗിരണം ചെയ്യപ്പെടുന്നതിന് നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് പറയാനല്ലോ, അല്ലെ? അതെന്താ? യെസ്, താപാഗിരണ പ്രവൃത്തി, അല്ലെ? താപാഗിരണ പ്രവൃത്തി, അല്ലെ? താപാകിരണ പ്രവൃത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ താപം ആഗിരണം ചെയ്യുന്നതിന് താപാകിരണ പ്രവൃത്തി എന്ന് പറയും. പക്ഷെങ്കിൽ ഇവിടെ, അല്ലെ, താപവുമായിട്ട് എന്താണ് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന് കോമൺ ആയിട്ട് വിളിച്ചിട്ടുള്ള രാസപ്രവർത്തനം ഏതായിരുന്നു? യെസ്, നമ്മളുടെ താപരാസ പ്രവർത്തനമാണ്, അല്ലെ? താപരാസ പ്രവർത്തനം. ക്ലിയർ ആണല്ലോ, അല്ലെ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇവിടെ എന്താണത്? താപ ആഗിരണമാണ് ചെയ്യപ്പെടുന്നത്, അല്ലെ? താപ ആഗിരണം ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ താപാകിരണ പ്രവൃത്തി എന്ന് പറയും. ഓക്കെ, അതല്ലാണ്ട് തന്നെ ഇവിടെ ഇവര് രണ്ടാളും പ്രവർത്തിക്കുമ്പോൾ ഒരു രാസപ്രവർത്തനം ഉണ്ടാകുന്നുണ്ട്, അല്ലെ? ആ രാസപ്രവർത്തനമാണ് എന്ത്? നമ്മളുടെ താപരാസ പ്രവർത്തനം. ക്ലിയർ ആണല്ലോ, അല്ലെ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതേതാണ്? ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നു. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുക, അല്ലെ? ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുക, അതെങ്ങനെയായിരുന്നു നമ്മൾ പൂശിയിട്ടുണ്ടായിരുന്നത്? യെസ്, വൈദ്യുതോർജം ഉപയോഗിച്ചിട്ട്, അല്ലെ? വൈദ്യുതോർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ വൈദ്യുതോർജം, അല്ലെ? വൈദ്യുതോർജമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെ? വൈദ്യുതോർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വളയിൽ ചെമ്പ് പൂശിയിട്ടുള്ളത്, അല്ലെ? ഇതിനെ നമ്മൾ എന്താ പറഞ്ഞത്? വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള രാസപ്രവർത്തനം, അല്ലെ? വൈദ്യുതി ഉപയോഗിച്ചിട്ട് എന്താണ് ചെമ്പ് പൂശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് ഏത് രാസപ്രവർത്തന? യെസ്, നമ്മളുടെ വൈദ്യുത രാസപ്രവർത്തനാണ്, അല്ലെ? വൈദ്യുത രാസപ്രവർത്തനം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം.
മിന്നാമിനുങ്ങ് മിന്നുന്നു അല്ലെ, മിന്നാമിനുങ്ങ് മിന്നുന്നത് അല്ലെ, അതിന്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? യെസ്, ജൈവദീപ്തി അല്ലെ, ജൈവദീപ്തി എന്നായിരുന്നു നമ്മൾ മിന്നാമിനുങ്ങിന്റെ ആ മിന്നുന്നതിന് വിളിച്ചിട്ടുണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താ എഴുതേണ്ടത്? ജൈവദീപ്തിയാണ്. ജൈവദീപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രകാശം അല്ലെ, പ്രകാശം. അപ്പോ ആ മിന്നുന്നത് അല്ലെ, മിന്നുന്നതിന് പറയുന്നത് എന്താണ്? ജൈവദീപ്തി, 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 ജൈവദീപ്തി. ഓക്കെ, ഇതാണ് മിന്നാമിനുങ്ങി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബയോലൂമിനസെൻസ് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇവിടെ എന്തെന്നാ? ലൈറ്റ് അല്ലെ, മിന്നാമിനുങ്ങി മിനുങ്ങുമ്പോ ആ ലൈറ്റ് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ, ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ? ലൈറ്റ് പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു ചൂട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് വിടുക അല്ലെ, പുറത്തേക്ക് വിടുന്ന ആ ചൂടിനെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചൂടിനെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ അതാണ് താപമോചകം അല്ലെ, താപമോചകം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. താപമോചകം എന്ന് കോമൺ ആയിട്ട് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രാസപ്രവർത്തനം അല്ലെ, ഈ ഒരു രാസപ്രവർത്തനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? യെസ്, പ്രകാശം ഉപയോഗിച്ചിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്? പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയും. പ്രകാശ രാസപ്രവർത്തനം, പ്രകാശ രാസപ്രവർത്തനം. ക്ലിയർ ആണല്ലോ? അപ്പൊ മിന്നാമിനുങ്ങിന്റെ ആ മിന്നുന്ന അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് ജൈവദീപ്തി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ, ലൈറ്റ് പുറത്തേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എക്സോതെർമിക്, താപമോചകം, പുറത്തേക്കാണ് വരുന്നത്, അതാണ് താപമോചകം. ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? പ്രകാശ രാസപ്രവർത്തനം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നു അല്ലെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നു അല്ലെ. വിഘടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? താപം ആഗിരണമാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ. താപം എന്താ ചെയ്യുന്നത്? ആഗിരണം. താപം ആഗിരണം ചെയ്യുന്നു, താപം ആഗിരണം ചെയ്യുന്നു, താപം ആഗിരണം ചെയ്യുന്നു. ഈ താപം ആഗിരണം ചെയ്യുന്നത് എന്തായിരുന്നു? യെസ്, താപാകിരണം എന്നാണ് പറയുക അല്ലെ. താപാകിരണം, താപം ആഗിരണം ചെയ്യുന്ന താപാകിരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ നമ്മളുടെ ആ ഒരു രാസപ്രവർത്തനം എന്താ? യെസ്, താപമാണ് ഇവിടെ ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ രാസപ്രവർത്തനം എന്തായിരിക്കും? യെസ്, താപരാസപ്രവർത്തനം അല്ലെ, താപരാസപ്രവർത്തനം. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെറുനാരങ്ങ ഉപയോഗിച്ച് LED പ്രകാശിപ്പിക്കുന്നു അല്ലെ. ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് LED-നെ പ്രകാശിപ്പിക്കുന്നു. അതെന്തായിരിക്കും? നമ്മൾ കണ്ടതാണ് അല്ലെ, കുറെ ചെറുനാരങ്ങ ഇങ്ങനെ വെച്ചിട്ട് അതിൽ LED ബൾബ് കത്തിച്ചിട്ട് ആ LED ബൾബിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? വൈദ്യുതോർജ്ജമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ. വൈദ്യുതോർജ്ജം എന്താണ്? വൈദ്യുത രാസപ്രവർത്തനം നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാനായിട്ട് പറ്റുക? യെസ്, വൈദ്യുത രാസപ്രവർത്തനം അല്ലെ, വൈദ്യുത രാസപ്രവർത്തനം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വൈദ്യുതി പുറത്തേക്കാണ് പോകുന്നത് അല്ലെ, പുറത്തേക്ക് പോകുന്നതെന്നല്ല, നമുക്ക് വെളിയിലേക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ താപാകിരണം അല്ലെ, ചൂടിനെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുകയാണെങ്കിൽ താപാകിരണം എന്ന് പറയും അല്ലെ. ഇതിപ്പോ നേരെ എന്താ? വൈദ്യുതി അല്ലെ, LED ബൾബൊക്കെ കത്തി പുറത്തേക്ക് വരികയാണ് അല്ലെ, ചൂടിനെ പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? താപമോചകമായിരിക്കും അല്ലെ. താപമോചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ആരെ? നമ്മളുടെ താപത്തിനെ. അതാണ് താപമോചകം അല്ലെ. അപ്പൊ LED പ്രകാശിപ്പിക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? വൈദ്യുത രാസപ്രവർത്തനം അല്ലെ, വൈദ്യുതോർജ്ജം അല്ലെ. വൈദ്യുതോർജ്ജത്തിനെയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ, വൈദ്യുതോർജ്ജത്തിനെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. LED പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടുന്നുണ്ട്, അതാണ് വൈദ്യുതോർജ്ജം അല്ലെ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ എടുത്ത് ചൂടാക്കുന്നു. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് ഒരു എരിയുന്ന ചന്ദനത്തിരി കൊണ്ടുവരുന്നു. ഓക്കെ, എന്താണ് നിരീക്ഷിക്കുന്നത്? പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്?
ഇത് ഏത് തരം രാസപ്രവർത്തനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത്, ഇതൊരു ടെസ്റ്റ് ട്യൂബ് ആണ്. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് എന്തിന് ഇട്ടിട്ടുണ്ട്? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തരികൾ ഇട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളർ എന്തെന്നാ? പർപ്പിൾ കളറാണ് കേട്ടോ. എന്താണ്? പർപ്പിൾ കളറാണ് ആർക്ക്? നമ്മളുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നന്നായിട്ട് ചൂടാക്കി. അപ്പൊ ചൂടാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പർപ്പിൾ കളറിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടല്ലോ, അത് പൊടിഞ്ഞു പോയിട്ട് ഒരു കറുത്ത അല്ലെ, ഒരു കറുപ്പ് കലർന്ന ഒരു പച്ച നിറത്തിലുള്ള പൊടിയായിട്ട് മാറും. ഓക്കെ, ഈ പർപ്പിൾ കളറിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഒരു പച്ച കലർന്ന കറുപ്പ് നിറത്തിലുള്ള പൊടിയായിട്ട് എന്ത് ചെയ്യും? മാറിപ്പോവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ചന്ദനത്തിരി എടുക്കുക. വെറും ചന്ദനത്തിരി അല്ല, കത്തി നിൽക്കുന്ന ചന്ദനത്തിരി എടുക്കാം. കത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഇങ്ങനെ ആളി കത്തുന്ന ചന്ദനത്തിരി അല്ല. നമ്മള് ചന്ദനത്തിരി സാധാരണ അറിയാലോ അല്ലെ, ഒന്ന് ജസ്റ്റ് കത്തിച്ചിട്ട് നമ്മൾ കെടുത്തി കളഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ പുക പോവും അല്ലെ. ആ ചന്ദനത്തിരി എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും നിരീക്ഷിക്കാൻ കഴിയുക? യെസ്, നമുക്കറിയാം ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇങ്ങനെ കത്തുമ്പോ അല്ലെ, ഈ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഏതാ? യെസ്, ചൂട് കൊടുക്കുമ്പോൾ നടക്കുന്നതാണെങ്കിൽ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താ? താപരാസപ്രവർത്തനാണ് അല്ലെ. താപരാസപ്രവർത്തനം. അപ്പൊ ഇതിലൂടെ താപരാസപ്രവർത്തനം നടക്കുമ്പോൾ ഇതിലേക്ക് ഒരു ഗ്യാസ് വരും അല്ലെ, പുറത്തേക്ക് ഒരു ഗ്യാസ് വരും. അയാൾ ആരേനു? നമ്മളുടെ ഓക്സിജൻ ആയിരുന്നു അല്ലെ. ഓക്സിജൻ ഗ്യാസ് വരും. അപ്പൊ നമുക്കറിയാം ഒരു വസ്തുവിന് അല്ലെ ഇങ്ങനെ ചെറുതായിട്ട് കത്തിക്കൊണ്ട് നിൽക്കുന്നതിന് ഒരു ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? നന്നായിട്ട് ആളിക്കത്താനായിട്ട് തുടങ്ങും അല്ലെ. നമ്മൾ അടുപ്പിലൊക്കെ തീ കത്താണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഊതിക്കൊടുക്കുന്നുണ്ട് അല്ലെ. ഊതിക്കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഓക്സിജൻ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓക്സിജൻ സപ്ലൈ കൊടുക്കുമ്പോൾ എന്താ? അത് നന്നായിട്ട് ആളിക്കത്തും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചന്ദനത്തിരി നന്നായിട്ട് കത്തുന്നത് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ നിരീക്ഷണം അല്ലെ. അപ്പൊ ഇതൊന്ന് ഞാൻ മായ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നിരീക്ഷണം മാത്രം ഒന്ന് നോക്കാം അല്ലെ. എന്താണ് നിരീക്ഷിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരോ ആൻസേഴ്സ് എഴുതാം അല്ലെ. അപ്പൊ എ എന്താണ്? പർപ്പിൾ നിറത്തിലുള്ള അല്ലെ. പർപ്പിൾ നിറത്തിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് ഞാൻ നീട്ടി വലിച്ചെഴുതുന്നില്ല. അതിന്റെ ഇത് രൂപം മാത്രമേ എഴുതുന്നുണ്ട് കേട്ടോ. KMnO4 അതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ. അത് പൊടിഞ്ഞ് അല്ലെ, ഇത് പോവാനെ അത് പൊടിഞ്ഞിട്ട് എന്ത് ചെയ്യും? കറുപ്പ് കലർന്ന അല്ലെ, കറുപ്പ് കലർന്ന പച്ച നിറമുള്ള എന്തായി മാറുന്നുണ്ട്? ഒരു പൊടിയായിട്ട് മാറുന്നുണ്ട് അല്ലെ. പൊടിയായി മാറുന്നു. ഓക്കെ അല്ലേ. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ചന്ദനത്തിരി വെച്ചു കൊടുക്കുന്നത് അല്ലെ. ഈ സമയത്ത് കത്തുന്ന ചന്ദനത്തിരി അല്ലെ. ചന്ദനത്തിരി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ തിളക്കത്തോടെ അല്ലെ. കൂടുതൽ തിളക്കത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്? കത്തുകയോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ജ്വാലയോടെ നല്ല ജ്വാലയോടെ എന്ത് ചെയ്യുന്നുണ്ട്? ആളിപ്പടരുകയോ ചെയ്യുന്നു അല്ലെ. ആളിപ്പടരുകയോ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തേനു? യെസ്, ഏത് വാതകമാണ് പുറത്തു വരുന്നതെന്ന് അല്ലെ. ഏത് വാതകമാണ്? നമ്മളുടെ ഓക്സിജൻ അല്ലെ. ഓക്സിജൻ ആണ് വരുന്നത് അല്ലെ. അതിലെ സി ഏതായിരുന്നു? ഏത് രാസപ്രവർത്തനാണ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. സി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഏത് രാസപ്രവർത്തന? യെസ്, താപരാസപ്രവർത്തനം അല്ലെ.
രാസ, താപരാസ പ്രവർത്തനം, താപരാസ പ്രവർത്തനം. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സിൽവർ നൈട്രേറ്റിൽ മുക്കി വെയിലത്ത് വച്ച ഒരു വെളുത്ത തുണി കറുത്തു പോകുന്നു. എന്തിൽ മുക്കിയത്? സിൽവർ നൈട്രേറ്റിൽ ഒരു വെളുത്ത തുണി മുക്കിയിട്ട് വെയിലത്ത് വെച്ചപ്പോ അത് എന്ത് ചെയ്ത്? കറുത്തു പോയിട്ടുണ്ട്. ഏത് ഊർജ രൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണമായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് ഇതിൽ ഫുള്ള് സിൽവർ നൈട്രേറ്റ്, ഇതിലേക്ക് ഒരു വെളുത്ത തുണി മുക്കിയിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ചിട്ടുണ്ട് അല്ലെ? എന്തിൽ വെച്ചിട്ടുണ്ട്? വെയിലത്ത്. വെയിലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ പ്രകാശത്തിൽ വെച്ചപ്പോ അത് എന്തായി പോയി? കറുത്തു പോയി. അങ്ങനെയാണ് ഏത് ഊർജ രൂപമാണ് നമ്മൾ ഇവിടെ രാസമാറ്റത്തിന് കാരണമായിട്ടുള്ളത്? സൂര്യന്റെ വെയില്. സൂര്യന്റെ വെയില് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രകാശോർജമാണ് അല്ലെ? പ്രകാശോർജം, പ്രകാശോർജം, പ്രകാശോർജമാണ് ഇവിടെ ഈ ഒരു രാസമാറ്റത്തിന് കാരണം. ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പൊതുവായ പേരെന്ത്? അല്ലെ? ഇങ്ങനെ പ്രകാശോർജം ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന രാസപ്രവർത്തനത്തിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പ്രകാശ രാസപ്രവർത്തനം. അല്ലെ? ഞാൻ അതിവിടെ എഴുതുന്നുണ്ട്. പ്രകാശ, പ്രകാശ രാസപ്രവർത്തനം, പ്രകാശ രാസപ്രവർത്തനം. ക്ലിയർ ആണല്ലോ? ഇത് വളരെ സിമ്പിൾ ആ, ടെക്സ്റ്റ് തന്നെയുള്ള കാര്യങ്ങളാട്ടോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോഡിയം ലോഹം ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നു അല്ലെ? അതൊന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? എന്താണ് സോഡിയം ലോഹം അല്ലെ? സോഡിയം ലോഹം ഏതാ? നമ്മളുടെ Na അല്ലെ? സോഡിയം ലോഹം ആരോട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട്? ജലത്തിൻ്റെ കൂടി, ജലമാര H2O അല്ലെ? ഇതിൻ്റെ കൂടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഏതോ ആൾക്കാരെ കിട്ടി. ആരെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക നമുക്ക്? യെസ്, നമുക്ക് കിട്ടിയിട്ടുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡും, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. സോഡിയം ജലത്തിൻ്റെ കൂടി ചേർന്നപ്പോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഇത് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2 വെറുതെ 2 ഇട്ട് കൊടുത്തല്ല, ബാലൻസ് ആക്കിയതാ കേട്ടോ. അപ്പുറോ ഇപ്പുറോ സോഡിയം ആറ്റത്തിന്റെയും എച്ച് അല്ലെ, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ ആറ്റങ്ങളെ ഒന്ന് ബാലൻസ് ആക്കി വെച്ചതാ. അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് മനസ്സിലാക്കിയാൽ മതി? എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് അല്ലെ? ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട് അല്ലെ? സോഡിയം എന്നെയാണ്, വാട്ടർ H2 ആണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ബാലൻസിങ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ബാലൻസിങ് എല്ലാം 9ാം ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ സോഡിയം Na+H2O, വാട്ടർ അല്ലെ? ജലം ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കുക? ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് ആക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട്. യെസ്, ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങൾ ഏതൊക്കെയാണ്? ഈ പ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അഭികാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദാ ഇവരാണ് അഭികാരങ്ങൾ അല്ലെ? ഉൽപ്പന്നങ്ങൾ എന്താ? നമുക്ക് കിട്ടുന്ന ആൾക്കാരാണ് ഉൽപ്പന്നങ്ങൾ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അഭികാരങ്ങൾ, അഭികാരങ്ങൾ ആരൊക്കെ ആയിരിക്കും? 1ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. അഭികാരങ്ങൾ ആരൊക്കെ ആയിരിക്കും? ഈ സോഡിയവും ജലവും ആയിരിക്കും അല്ലെ? സോഡിയം, സോഡിയം എന്ന് മലയാളത്തിൽ എഴുതിയാൽ മതി കേട്ടോ. സോഡിയം, സോഡിയം, സോഡിയവും പിന്നെ ആരാണ്? ജലവും അല്ലെ? സോഡിയവും ജലവുമാണ് ആര്? നമ്മളുടെ അഭികാരങ്ങൾ. ഉൽപ്പന്നങ്ങളായിട്ട് കിട്ടിയത് ആരൊക്കെയാണ്? ഈ NaOH. NaOH എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലെ? H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ഹൈഡ്രജൻ വാതകമാണ് അല്ലെ? അപ്പൊ ബിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ എഴുതുന്നുണ്ട്. എന്താണ്? സോഡിയം, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്സൈഡ് അല്ലെ? സോഡിയം ഹൈഡ്രോക്സൈഡും പിന്നെ ആരെയാ കിട്ടിയത്? ഹൈഡ്രജൻ വാതകത്തിനെയും കേട്ടോ. അത് ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് കേട്ടോ. ഹൈഡ്രജൻ, ഹൈഡ്രജൻ വാതകവും, ഹൈഡ്രജൻ വാതകവും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള എന്ത് വന്നിട്ടുള്ളത്? വിലയിരുത്താമ വന്നിട്ടുള്ളത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ കമന്റിലൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.